ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടീം ക്യാപ്റ്റനായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ, ശിഖർ ധവാൻ, ലോകേഷ് രാഹുൽ, മഹേന്ദ്ര സിംഗ് ധോണി, വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക്, കേദാർ ജാദവ്, ഹാർദിക് പാണ്ഡ്യ, വിജയ് ശങ്കർ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചാഹൽ, ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, രവീന്ദ്ര ജഡേജ എന്നിവർ ഉൾപ്പെടുന്ന ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ മാധ്യമപ്രവർത്തകനായ വിനോദ് കുമാർ നമുക്കൊപ്പം ആദ്യം ചേരുകയാണ്. ശ്രീ വിനോദ് കുമാർ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടീം, വളരെ പ്രഗത്ഭരായ ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് മുൻപേ സംസാരിച്ചവരെല്ലാം പറഞ്ഞു പോകുന്നത്. താങ്കളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണോ? തീർച്ചയായും മികച്ചൊരു ടീമാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്ന ടീം തന്നെയാണ്. ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ആകപ്പാടെ വിചാരിക്കാത്ത വന്ന ഒരു പേര് വിജയ് ശങ്കറിന്റെയാണ്. അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഋഷഭ് പന്ത് ഇതെന്നുള്ളതും നമ്മൾ നോക്കിക്കാണ്ട ഒരു കാര്യമാണ്. പക്ഷെ പൊതുവിൽ ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസ് ആയിരുന്നാലും മറ്റ് സീരീസ് ആയിരുന്നാലും പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ടീം സെലക്ഷനിൽ പരിഗണിച്ചിട്ടുള്ളത്. ഇത് പ്രതീക്ഷിച്ച ഒരു ടീം തന്നെയാണ് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ബോളിംഗ് നിരയെ നമുക്ക് പൊതുവിൽ എങ്ങനെയൊന്ന് വിലയിരുത്താൻ? വളരെ മികച്ച ഒരു ബോളിംഗ് ടീമാണ് എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഷാമി, ഭുവനേശ്വർ കുമാർ, ബുംറ ഒക്കെ ഉള്ളൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കണ്ടീഷൻസില് ലോകകപ്പ് ഇംഗ്ലീഷ് കണ്ടീഷനിൽ സമ്മറിൽ നടക്കുന്നു. പക്ഷെ എന്നാലും അവിടെ സ്വിങ്ങിന് നല്ല സാധ്യതയുള്ള ഒരു പിച്ചുകളായിരിക്കാം ലോകകപ്പിന് തയ്യാറാക്കപ്പെടുന്നത്. അതുകൊണ്ട് നല്ലൊരു പേസ് ബാറ്ററിയാണ് നമുക്കുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ വിനോദ് കുമാർ, ഈ അവസരത്തിൽ നമുക്കിപ്പം പ്രതികരിച്ചതിന്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനൂപ് ചേരുകയാണ്. അനൂപ്, 3 പേസർമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ബോളിംഗ് ടീം ശക്തമായ ഒരു ടീം തന്നെയാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇനി ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗ് നിരയെ നമുക്ക് ഏത് രീതിയിലാണ് വിലയിരുത്താനാവുക? അങ്ങനെ ലോക ക്രിക്കറ്റിൽ തന്നെ ഇന്ത്യയ്ക്കുടെ ഒരു ബാറ്റിംഗ് നിര ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ്. ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ബാറ്റിംഗ് നിര മാത്രമാണ് ഒരു അല്പമെങ്കിലും വെല്ലുവിളി, ഒരു ഓൾറൗണ്ട് മികവിൽ ഇന്ത്യക്ക് ഉയർത്താൻ കഴിയുന്നത്. പക്ഷേ ഒരു ICC റാങ്കിങ്ങും മറ്റും നമ്മൾ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ലോക ICC റാങ്കിൽ 1ാം റാങ്കിൽ എത്തി നിൽക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കറുടേത് ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന പല റെക്കോർഡുകളും തകർത്തുകൊണ്ട് വിരാട് കോഹ്ലി മുന്നേറുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 227 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതിനകം തന്നെ 10,843 റൺസ് നേടിയിരിക്കുന്നു. സെഞ്ചുറികളുടെ റെക്കോർഡിൽ സച്ചിൻ്റെ റെക്കോർഡിനേക്കാളും ഒരു 8 സെഞ്ചുറി കൂടി നേടിക്കഴിഞ്ഞാൽ സച്ചിൻ്റെ 49 ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡ് തകർക്കാനും വിരാട് കോഹ്ലിക്കാകും. ICC റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുണ്ട്. 183 റൺസ് എന്ന ഉയർന്ന സ്കോർ നേടിയിട്ടുള്ള വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടയില്ല. കാരണം രോഹിത് ശർമ്മയും ശിഖർ ധവാനും ഹാർദിക് പാണ്ഡ്യയും MS ധോണിയും കേദാർ ജാദവും ഒക്കെ അടക്കുന്ന ഒരു ബാറ്റിംഗ് നിര ലോകത്തെ 7 ബൗളർമാരെയും വെല്ലുവിളിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമീന.